ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എം ലാംഗ്വേജിനെ കുറിച്ചായിരുന്നു പറഞ്ഞത്. അപ്പൊ അതിനകത്ത് നമ്മൾ തന്നെ ഒരു ക്വറി ഉണ്ടാക്കുന്നു. ആ ക്വറിനെ ലിസ്റ്റ് ആക്കി റെക്കോർഡാക്കി ടേബിൾ ആക്കി അല്ലെ, ലെറ്റിന്റെയും മിന്നിന്റെയും ഇടയ്ക്ക് എങ്ങനെയാണ് ഡാറ്റാസ് വരുന്നതെന്നൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഒരു ഡാറ്റ സെറ്റ് ലോഡ് ചെയ്തിട്ട് അവിടെ ലെറ്റും മിന്നും എങ്ങനെയാണ് കിടപ്പുള്ളതെന്നൊന്ന് നോക്കാം. അപ്പൊ ഞാനിവിടെ ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ലോഡ് ചെയ്ത് വെച്ചിട്ടുള്ളത് നമ്മുടെ HR ഡാറ്റാബേസ് ആണ്. നമ്മൾ ക്ലീൻ ചെയ്യാൻ യൂസ് ചെയ്തിട്ടുള്ള HR ഡാറ്റാബേസ്. ഓക്കെ, ഇതിനകത്ത് സ്ക്രീൻ കാണുന്നില്ലേ? ഇല്ല. ഷെയർ ആയില്ല. ഇപ്പോഴോ? ആ, ഇല്ല എനിക്ക് ഇപ്പൊ കാണാം. ഓക്കെ, അപ്പൊ ഇവിടെ ഇപ്പൊ ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത് നമ്മുടെ HR ഡാറ്റാബേസ് ആണ്. അതിനെ നമ്മുടെ പവർ ക്വറി എഡിറ്ററിലോട്ട് കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. ഇനി ഇതിന്റെ മറ്റേ എം ലാംഗ്വേജ് എങ്ങനെ ഇരിക്കുന്നതെന്ന് നമുക്ക് അഡ്വാൻസ്ഡ് എഡിറ്ററിൽ പോയിട്ട് നോക്കാം. അപ്പൊ അഡ്വാൻസ് എഡിറ്ററിൽ പോയപ്പോ ദാ സോഴ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ മുമ്പ് കണ്ടപ്പോ സോഴ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലെ, ലെറ്റിനകത്ത് സോഴ്സും ഇന്നിനകത്ത് സോഴ്സിനെ തന്നെ നമുക്ക് റിട്ടേൺ ചെയ്തിട്ടുമായിരുന്നു കണ്ടിരുന്നത്. ഇവിടെ ഇപ്പൊ നോക്കുവാണെങ്കിൽ സോഴ്സിന്റെ അകത്ത് എക്സൽ ഡോട്ട് വർക്ക് ബുക്ക് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഡാറ്റ സെറ്റിന്റെ പാത്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ സോഴ്സിനകത്ത് ഉണ്ടാവാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡാറ്റ സെറ്റ് എവിടെയാണോ ഉണ്ടായിരുന്നത് ആ ഡാറ്റ സെറ്റിന്റെ പാത്ത് ആയിരിക്കും സോഴ്സിനകത്ത് ഉണ്ടാവുക. ദെൻ അടുത്ത ഒരു ലൈനിനകത്ത് ആ ഒരു ഡാറ്റ സെറ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്, അതൊരു ഷീറ്റ് ഡാറ്റയാണ്, ഒരു എക്സൽ ഷീറ്റിന്റെ ഡാറ്റയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നെക്സ്റ്റ് ലൈനിന്റെ അകത്ത് ഉണ്ടാകുന്നത്. ഇനി ഇപ്പൊ ഞാൻ എടുത്തിട്ടുള്ളത് എംപ്ലോയി എന്ന് പറയുന്ന ഷീറ്റാണ്. നമുക്ക് ഡിപ്പാർട്ട്മെന്റും EMP രണ്ട് ഷീറ്റാണ് ഉള്ളത്. അതിലിപ്പോ ഞാൻ EMP സെലക്ട് ചെയ്തിട്ടാണ് ഈ അഡ്വാൻസ് എഡിറ്റർ എടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഐറ്റം ഈക്വൽ ടു EMP എന്ന് പറഞ്ഞു വന്നിട്ടുള്ളത്. പിന്നെ അതൊരു ഷീറ്റാണ്, ഒരു എക്സൽ ഷീറ്റാണ്, അതുകൊണ്ട് കൈൻഡ് ഷീറ്റ് എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് പ്രൊമോട്ടഡ് ഹെഡേഴ്സ് എന്ന് പറയുന്ന ഒരു കാര്യമാണ്. ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലോഡ് ചെയ്യുന്ന ഡാറ്റയുടെ ഫസ്റ്റ് റോസിനെ ഹെഡിങ്സ് ആക്കി മാറ്റും. ഫസ്റ്റ് റോസ് എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മുടെ ടൈറ്റിൽസ് ഉണ്ടല്ലോ, ഈ എംപ്ലോയി ID, എംപ്ലോയി നെയിം എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ, അത് ശരിക്കും ലോഡ് ചെയ്യുന്ന ടൈമിൽ ഫസ്റ്റത്തെ ഒരു റോ ആയിട്ടാണ് കിടക്കുന്നത്. ഈ പ്രൊമോട്ടഡ് ഹെഡേഴ്സ് വർക്ക് ചെയ്യുന്നത് കൊണ്ട് ആ റോനെ എന്താക്കിയിട്ട് മാറ്റുന്നു, ഫസ്റ്റ് റോനെ കോളം ഹെഡിങ്സ് ആക്കിയിട്ട് മാറ്റുന്നു. അപ്പൊ ഈ പ്രൊമോട്ടഡ് ഹെഡേഴ്സ് എന്ന് പറയുന്നത് ടേബിൾ ഡോട്ട് പ്രൊമോട്ടഡ് ഹെഡേഴ്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഡാറ്റയത്തെ ഫസ്റ്റ് റോയിനെ നമുക്ക് ഹെഡിങ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ്. ദെൻ അതിനുശേഷം ഇവിടെ ചേഞ്ച് ടൈപ്പ് എന്ന് പറഞ്ഞിട്ട് ടേബിൾ ഡോട്ട് ട്രാൻസ്ഫോം കോളം ടൈപ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് പ്രൊമോട്ടഡ് ഹെഡേഴ്സ് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഓരോ കോളത്തിന്റെയും ഡാറ്റ ടൈപ്പ് അസൈൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, എംപ്ലോയി ID ആണെങ്കിൽ ഇന്റ്, ഫസ്റ്റ് നെയിം ആണെങ്കിൽ ടൈപ്പ് ടെക്സ്റ്റ് ആണ്, ലാസ്റ്റ് നെയിം ആണെങ്കിലും ടൈപ്പ് ടെക്സ്റ്റ് ആണ്. അങ്ങനെ ഓരോന്നിന്റെയും ഡാറ്റ ടൈപ്പ് അവിടെ മെൻഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ നോക്കുവാണെങ്കിൽ സോഴ്സിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. സെക്കൻഡ് സ്റ്റെപ്പിലും ആ സോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ബാക്കി വരുന്നത്. ദെൻ എംപ്ലോയി ഷീറ്റിൽ നിന്നാണ് ഇവിടെ നമ്മൾ വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. ആ എംപ്ലോയി ഷീറ്റിന് അടുത്ത ഒരു ലൈനിലും നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ദെൻ ഈ പ്രൊമോട്ടഡ് ഹെഡേഴ്സിനെ നിങ്ങൾക്ക് അടുത്ത ലൈനിനകത്ത് കാണാൻ പറ്റും. ദെൻ ലാസ്റ്റ് നിങ്ങൾ പ്രിന്റ് ചെയ്യുന്നത് ആ ലാസ്റ്റ് വരുന്ന ചേഞ്ച്ഡ് ടൈപ്പ് ആയിരിക്കും. അപ്പൊ 1 by 1 ആണ്. താഴെയുള്ളത് മുകളിലുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഇരിക്കുന്നത്. ഇന്നലെ പറഞ്ഞ കാര്യമാണ്, അത് തന്നെ ഞാൻ ഇവിടെ ഒന്നുകൂടെയും പറഞ്ഞെന്നുള്ളൂ. ഇനി നെക്സ്റ്റ് നമുക്ക് ഇപ്പൊ ഞാൻ ഇതിന്റെ അകത്ത് ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും കമ്പൈൻ ചെയ്ത് ഫുൾ നെയിം ആക്കുന്ന കേസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അത് നമുക്ക് വേണമെങ്കിൽ കോഡ് വെച്ചിട്ട് ചെയ്യാം. ഈ അഡ്വാൻസ്ഡ് എഡിറ്ററിൽ പോയിട്ട് കോഡ് വെച്ചിട്ട് ചെയ്യാം. പക്ഷെ അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല, കാരണം പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അല്ലെങ്കിൽ കോഡ് ഒന്നും നമ്മൾ പഠിക്കാത്തത് കൊണ്ട് നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഈ ഒരു രീതിക്ക് തന്നെ ഇതിനെ കമ്പൈൻ ചെയ്യാം. ദെൻ എം ലാംഗ്വേജിൽ വരുന്ന ചേഞ്ച് എന്താണ് എന്നുള്ളത് നോക്കിയാൽ മതി. ഇവിടെ നമുക്ക് എന്ത് ചെയ്താൽ മതി, സെലക്ട് ചെയ്തിട്ട് മെർജ് കോളത്തിൽ പോയിട്ട് എന്ത് ചെയ്യാം, സെപ്പറേറ്റർ ആയിട്ട് സ്പേസ് ചൂസ് ചെയ്യുക. ദെൻ മെർജഡ് മാറ്റിയിട്ട് എന്ത് ചെയ്യുക, ഫുൾ നെയിം ആക്കി കൊടുക്കുക.
ഓക്കെ കൊടുത്തു. അപ്പൊ ഇനി വ്യൂവില് പോയി കഴിഞ്ഞാല് അഡ്വാൻസ്ഡ് എഡിറ്റർ എടുത്തു കഴിഞ്ഞാല് മെർജ്ഡ് കോളംസും അവിടെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, മെർജ്ഡ് കോളംസ് എന്ന് പറഞ്ഞിട്ട് പുതിയൊരു സ്റ്റെപ്പ് അവിടെ ആഡ് ആയത്. ശരിക്കും നമുക്ക് തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. പക്ഷെ നമ്മളത് ടൈപ്പ് ചെയ്ത് അലമ്പാക്കുന്നതിനേലും നല്ലത്, അതായത് എറർ ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതിനെല്ലാം ബെറ്റർ ആയിട്ട് കുറച്ചുകൂടി എളുപ്പത്തിൽ നമുക്ക് ആ ഓപ്ഷൻ വെച്ചെടുക്കാലോ. അപ്പൊ അതായിരിക്കും നല്ലത്. അത് ചെയ്യണതിനനുസരിച്ചിട്ട് എന്ത് സംഭവിക്കും, അവിടെ ആ ലെറ്റിനകത്ത് ഓരോ സ്റ്റെപ്സും നമുക്ക് എക്സ്ട്രാ ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് കിട്ടും. ക്ലിയർ ആണല്ലോ അത്? ഒരു ഡാറ്റ ഒന്ന് ജസ്റ്റ് ലോഡ് ചെയ്ത് നോക്കിയേ. മാം ഒരു ഡൗട്ട്. നമ്മള് ഇപ്പൊ കോഡിംഗ് പഠിക്കാത്തതുകൊണ്ട് തന്നെ നമുക്ക് എം ലാംഗ്വേജ് ചെയ്യേണ്ടി വരുമോ? ഇല്ല, നമുക്കത് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എം ലാംഗ്വേജ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഇതൊക്കെ ഒരു സ്റ്റെപ്പായിട്ട് ചെയ്യാൻ പറ്റുന്നതാ ഇതിന്റെ അകത്ത്. നമ്മൾ സ്റ്റെപ്പ് വൈസ് ചെയ്താൽ മതി, ലാംഗ്വേജ് ആയിട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഇതിന്റെ ബിഹൈൻഡിൽ ഇങ്ങനെ ഒരു കോഡ് വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ മാം, ഇപ്പൊ എന്താ ചെയ്യാൻ പറഞ്ഞത്? ഇതേപോലെ ഒരു ഡാറ്റ ലോഡ് ചെയ്തിട്ട് ആ ചേഞ്ചസ് നോക്കാം. ഓക്കെ അതൊന്ന് നോക്കാട്ടോ, എങ്ങനെയാ ചേഞ്ച് വരുന്നേന്നുള്ളത്. ഏതെങ്കിലും ഡാറ്റ ലോഡ് ചെയ്താൽ മതി, HR ഡാറ്റാബേസ് വേണമെന്നൊന്നുമില്ല. സ്റ്റെപ്സ് ഒന്ന് ജസ്റ്റ് നോക്കിയാൽ മതി. കംപ്ലീറ്റ് ആയോ അത്? കംപ്ലീറ്റ് ആയെങ്കിൽ നിങ്ങൾ ആ ഒരു ഡാറ്റനെ ലോഡ് ചെയ്യുക. ലോഡ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ടേബിൾ വ്യൂവിലോട്ട് വന്നിട്ട് ന്യൂ ടേബിൾ എന്നുള്ള ഒരു ഓപ്ഷൻ എടുക്കുക കേട്ടോ. നമ്മൾ ഇതിനകത്ത് ന്യൂ മെഷർ, ക്വിക്ക് മെഷർ, ന്യൂ കോളം കണ്ടു. ദെൻ നെക്സ്റ്റ് വന്നിട്ട് ന്യൂ ടേബിൾ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ ആണ്. അപ്പൊ ആ ന്യൂ ടേബിൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യാം.
ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേപോലെ ഒരു വിൻഡോ വരും. ഈ ന്യൂ ടേബിൾ എന്ന് പറയുന്ന മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമുക്ക് നമ്മുടേതായ ഒരു ടേബിള് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും എക്സിസ്റ്റിംഗ് ആയിട്ട് നിങ്ങളുടെ ഉള്ള ഒരു ഡാറ്റനെ സമ്മറൈസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ന്യൂ ടേബിൾ എന്ന് പറയുന്ന ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഞാനിപ്പോ ആദ്യം ചെയ്യുന്നത് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഡാറ്റയുടെ സമ്മറൈസേഷൻ അല്ല, പകരം പുതിയൊരു ടേബിൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ എനിക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യേണ്ടത് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ടേബിൾ ആണ്. അപ്പൊ ആ ഡിപ്പാർട്ട്മെന്റ് ടേബിളിനകത്ത് എനിക്ക് 2 കോളംസ് ആണ് വരുന്നത്. ഒന്ന് ഡിപ്പാർട്ട്മെന്റ് ഐഡിയും പിന്നെ ഡിപ്പാർട്ട്മെന്റ് നെയിമും. ഓക്കെ, അങ്ങനെ 2 കോളംസ് വരുന്നു. ഈ 2 കോളംസ് വരുന്ന ടേബിൾ എനിക്ക് ക്രിയേറ്റ് ചെയ്യണം. സ്ക്രീൻ കാണുന്നില്ലേ? ഉണ്ട്. ഓക്കെ, അപ്പോ നമുക്കൊരു നമുക്ക് നമ്മുടേതായ ഒരു ടേബിള് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ ആണ് ഡാറ്റ ടേബിൾ എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഓക്കെ, ഡാറ്റ ടേബിൾ എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടേതായ ടേബിള് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം, ടേബിൾ നെയിം കൊടുക്കണം, ഡിപ്പാർട്ട്മെന്റ് ടേബിൾ ഈക്വൽ ടു എന്ന് പറഞ്ഞു കൊടുക്കണം. ദെൻ നിങ്ങൾ വെറുതെ എന്റർ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് താഴത്തോട്ടേക്ക് എന്റർ ആവില്ല. എന്റർ ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷിഫ്റ്റ് എന്റർ കൊടുക്കണം. ഷിഫ്റ്റ് എന്റർ കൊടുക്കുമ്പോഴേ നിങ്ങൾ അടുത്ത ലൈനിലോട്ട് എത്തുള്ളൂ കേട്ടോ. ഈ ഡിപ്പാർട്ട്മെന്റ് ടേബിൾ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് താഴെയാണ് കൊടുക്കേണ്ടതെങ്കിൽ ഷിഫ്റ്റ് എന്റർ കൊടുത്താലേ താഴത്തെ ലൈനിലോട്ട് വരുള്ളൂ. then അവിടെ ഞാൻ എന്ത് ചെയ്യുന്നു, ഡാറ്റ ടേബിൾ എന്നുള്ള ഫംഗ്ഷന്റെ പേര് കൊടുക്കുന്നു. ഫംഗ്ഷൻ ആണത്, അതുകൊണ്ട് തന്നെ അതിന് എന്ത് വരും, 2 ബ്രാക്കറ്റ് ഓപ്പൺ ക്ലോസ് ചെയ്യണം. ഞാൻ ആദ്യത്തെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, അതിനിവിടെ താഴെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിന്റെ ഇടയ്ക്കാണ് ബാക്കിയുള്ളവരൊക്കെ കൊടുക്കേണ്ടത്. അപ്പൊ ആദ്യം തന്നെ ഞാൻ എന്ത് ചെയ്യണം, കോളം നെയിംസും അതിന്റെ ഡാറ്റ ടൈപ്പും കൊടുക്കണം. കോളം നെയിം ഡിപ്പാർട്ട്മെന്റ് ആണ്. ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ഒരു നമ്പർ ആണ്. നമ്പർ ടൈപ്പിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നതാണ് ഇന്റിജർ എന്ന്. ഓക്കെ, ന്യൂമറിക്കൽ വാല്യൂ ആണ് നിങ്ങളുടെ ഡാറ്റ എങ്കിൽ നിങ്ങൾ അതിനെ റെപ്രസെന്റ് ചെയ്യേണ്ടത് ഇന്റിജർ എന്ന് പറയുന്ന ഒരു ഡാറ്റ ടൈപ്പ് വെച്ചിട്ടാണ്. ദെൻ നെയിം ആണ് അടുത്ത കോളം. നെയിം എന്ന് പറയുന്നത് ഒരു ടെക്സ്റ്റ് ഡാറ്റയാണ്. ടെക്സ്റ്റിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് സ്ട്രിങ് എന്ന് പറഞ്ഞിട്ടാണ്. അപ്പൊ എനിക്ക് 2 കോളംസ് ഉള്ളത് കൊണ്ട് തന്നെ 2 കോളത്തിന്റെ പേരും അതിന്റെ ഡാറ്റ ടൈപ്പും ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനിയും നിങ്ങൾക്ക് കോളം ഉണ്ടായിരുന്നെങ്കിൽ എന്ത് ചെയ്യണം, അടുത്ത കോളത്തിന്റെ പേര് അതിന്റെ ഡാറ്റ ടൈപ്പ് നിങ്ങൾ കൊടുക്കണം. നമുക്കിവിടെ 2 എണ്ണേ ഉള്ളൂ. സോ ആ 2 എണ്ണത്തിന്റെ പേര് വിത്ത് ഡാറ്റ ടൈപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിപ്പോ കോളത്തിന്റെ പേരുകളെ ആയിട്ടുള്ളൂ, ഇതിലോട്ട് വേണ്ട ഡാറ്റാസ് ആയിട്ടില്ല അല്ലെ. അപ്പൊ അതിലോട്ട് വേണ്ട ഡാറ്റാസ് നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം എന്ത് ചെയ്യണം, ഒരു കേളി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ദെൻ അതിനുശേഷം അതിന്റെ അകത്ത് ആദ്യത്തെ ഡാറ്റ ഡിപ്പാർട്ട്മെന്റ് ഐ ഡി ആണ്, അത് 30. ദെൻ നെയിം സെയിൽസ്. ദെൻ കോമ വെച്ച് സെപ്പറേറ്റ് ചെയ്യുക. വീണ്ടും കേളി ബ്രാക്കറ്റിനകത്ത് അടുത്തത് കൊടുക്കുക, കോമ വെച്ച് സെപ്പറേറ്റ് ചെയ്യുക. ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക എവിടം വരെ, ലാസ്റ്റത്തെ ആ ഒരു ഡാറ്റ വരെ. ദെൻ അതിനുശേഷം ഇവിടെ ഓപ്പൺ ചെയ്ത ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ലാസ്റ്റത്തേന് നിങ്ങൾ കോമ കൊടുക്കരുത്. എൻഡിലെ വാല്യൂ ഇല്ലെങ്കിൽ ഏറ്റവും അവസാനത്തെ വാല്യൂന് നിങ്ങൾ കോമ കൊടുക്കരുത്, അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുക. ബാക്കി തൊട്ട് മുകളിലുള്ള ഇതിനെല്ലാത്തിനും എന്ത് ചെയ്യണം, കോമ കൊടുക്കണം. ലാസ്റ്റത്തെ ഡാറ്റയ്ക്ക് കോമ കൊടുക്കേണ്ട. ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിന് ക്ലോസ് ചെയ്യുന്നു. എന്റർ കൊടുക്കുമ്പോ താഴെ നമുക്ക് എന്ത് ചെയ്യും, പുതിയ ഒരു ഇത് ക്രിയേറ്റ് ആയിട്ട് വരും. അതിനിടയ്ക്ക് ഇതിലൂടെ എന്തോ ഒരു ഓക്കെ ഇതൊന്ന് ടൈപ്പ് ചെയ്തേ. ഓക്കെ, അത് എന്റർ കൊടുക്കുമ്പോ ഇതാ ആ ഒരു ടേബിൾ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് കിട്ടും. അപ്പൊ അതൊന്ന് ചെയ്യാട്ടോ. ഇതേപോലെ സിന്റാക്സ് എറർ ഒക്കെ വരും. അതായത് നിങ്ങൾ ഈ കേളി ബ്രാക്കറ്റിനെ ഇവിടെ ഇടുന്നതിന് പകരം കുറച്ച് നീക്കിയിട്ടാലൊക്കെ ചിലപ്പോൾ എറർ വരും. ഓക്കെ, അതുകൊണ്ട് കറക്റ്റ് ആയിട്ട് ഇതേ ഫോർമാറ്റിൽ തന്നെ കൊടുക്കുക. താഴത്തെ ലൈനിലോട്ട് വരാനായിട്ട് ഷിഫ്റ്റ് എന്റർ കൊടുത്താൽ മതി. മാം ഇതിപ്പോ ഏത് ഡേറ്റ ലോഡ് ചെയ്യേണ്ടത്? ഇപ്പൊ ലോഡ് ചെയ്ത ഡേറ്റ ക്ലീൻഡ് അല്ലല്ലോ, അപ്പൊ അതിൽ തന്നെ ചെയ്ത്, ഇതിപ്പോ അതുമായിട്ട് ബന്ധമുള്ളതൊന്നും അല്ല, എന്നാലും അതിൽ തന്നെ ചെയ്താൽ മതി. നമ്മള് ആദ്യം ചെയ്തുകൊണ്ടിരുന്ന ഏതിൽ വേണേലും ചെയ്തോ, പ്രശ്നമില്ല. ഈ ഒരു ന്യൂ ടേബിൾ എന്ന് പറയുന്ന ഒരു മെത്തേഡ് പറയാൻ വേണ്ടിയിട്ട് ഏതിൽ വേണേലും ചെയ്യാം.
മാം അവിടെ ആ ഡേറ്റ ടേബിൾ കൊടുത്തിട്ട് ഓപ്പൺ ബ്രാക്കറ്റ് കൊടുത്തതിന് ശേഷം ഷിഫ്റ്റ് എന്റർ അടിച്ചിട്ടാണോ നെക്സ്റ്റ് ടൈപ്പ് ചെയ്യേണ്ടത്? ഷിഫ്റ്റ് എന്റർ. ആ ഓക്കെ. ചെയ്തു മാം. ഓക്കെ. അപ്പൊ ഈ ഡാറ്റ ടേബിൾ എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ടേബിള് ക്രിയേറ്റ് ചെയ്യാം. അത് ന്യൂ ടേബിൾ വെച്ചിട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇനി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഡാറ്റയുടെ സമ്മറി ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ ന്യൂ ടേബിളിനെ യൂസ് ചെയ്യാം. സമ്മറി എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മള് പിവോട്ട് ടേബിൾസ് കണ്ടിട്ടുണ്ടായിരുന്നു അല്ലെ? എക്സലിനകത്ത് പിവോട്ട് ടേബിൾസ് എന്തായിരുന്നു? ഡാറ്റ സെറ്റിന്റെ സമ്മറി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഒരു ഡാറ്റ സെറ്റിന്റെ സമ്മറി എടുക്കാൻ വേണ്ടിയിട്ട് അതിൽ നിന്ന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് റിട്രീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡാറ്റ സെറ്റിന്റെ സമ്മറി എടുക്കുക എന്ന് പറയുന്നത്. ഒരു എൻറ്റയർ ഡാറ്റ നോക്കി വൃത്തിക്ക് മനസ്സിലാക്കാൻ നമുക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെയാണ് നമ്മൾ അതിന്റെ സമ്മറി എടുക്കുന്നത്. അപ്പൊ അതുപോലെ ഒരു സമ്മറി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു ഡാറ്റ ഡൗൺലോഡ് ചെയ്യാണ്. ഡൗൺലോഡ് അല്ല, ലോഡ് ചെയ്യുവാണ് ഇതിനകത്തോട്ടേക്ക്. എക്സൽ വർക്ക് ബുക്ക് എടുത്തു.
ദെൻ ഡെസ്ക്ടോപ്പിനകത്ത് ആണ് ആ ഒരു ഡാറ്റ കിടക്കുന്നത്. ഓക്കെ, ഈ മാം ഗ്രൂപ്പ് സ്ക്രീൻ ഫ്രീസ് ആണ്. ഇനി എനിക്ക് മാത്രമാണെന്ന് അറിയില്ല. മാം എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ സ്ക്രീനിൽ? ഇല്ല, ഞാനൊന്നും ചെയ്യുന്നില്ല. ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ഒരു മിനിറ്റ് നോക്കട്ടെ. ഇപ്പോഴോ? ഇപ്പൊ ഓക്കെയാണ്. ഓക്കെ. സാധിക്കില്ല എല്ലാ വർഷങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കുന്നു. മ്യൂട്ട് ക്ലീൻ ചെയ്യാനുണ്ട്. അപ്പൊ ആദ്യം ആ 3 കോളം ഞാൻ സെലക്ട് ചെയ്തിട്ട് ഇവിടെ കുറെ നൾ വാല്യൂസ് കിടപ്പുണ്ട്. അതിനെ കളയണം. അപ്പൊ ആദ്യം കോളം 1, കോളം 2, കോളം 3, ഇതിന്റെ 3ന്റെ ആവശ്യം എനിക്കുള്ളൂ. അപ്പൊ അത് സെലക്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, റിമൂവ് അതർ കോളംസ് കൊടുക്കുക. അപ്പൊ അത് പോയി. പിന്നെ ഇവിടെ നോക്കുവാണെങ്കിൽ ആ പ്രൊമോട്ടഡ് ആസ് ഹെഡേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ലാംഗ്വേജിൽ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് ഫസ്റ്റ് റോനെ ഹെഡിങ് ആക്കുക എന്ന് പറയുന്ന പരിപാടി. ഇവിടെ അത് ചെയ്തിട്ടില്ല. അതിനത് ഓട്ടോമാറ്റിക്കലി ഡിറ്റക്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടായിരിക്കാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അത് ചെയ്യണം. നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? ഇതിനകത്ത് യൂസ് ഫസ്റ്റ് റോ ആസ് ഹെഡേഴ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ട്രാൻസ്ഫോമിനകത്ത്. അത് കൊടുക്കുക, യൂസ് ഫസ്റ്റ് റോ ആസ് ഹെഡേഴ്സ്. അപ്പൊ എന്ത് വന്നു? ആ ഫസ്റ്റ് റോസ് ഹെഡർ ആയിട്ട് വന്നു. ഇപ്പൊ ഡാറ്റ എന്താണ്? ക്ലീൻ ആണ്. ഓക്കെ. ഇനി എന്റെ ആവശ്യം ഈ ഒരു ഡാറ്റയുടെ സമ്മറി എടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ആദ്യം ഇതിന് എന്ത് ചെയ്യുന്നു? ക്ലോസ് ആൻഡ് അപ്ലൈ കൊടുത്ത് ഡാറ്റ ഇതിലോട്ടേക്ക് ലോഡ് ചെയ്യുന്നു. ആ ഡാറ്റ ഞാനൊന്ന് ഇപ്പൊ അയച്ചുതരാം കേട്ടോ. നിങ്ങൾ അത് ഇതേപോലെ തന്നെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ലോഡ് ചെയ്ത് വെക്കണേ. അയച്ചിട്ടുണ്ട്. അതിനെ ഒന്ന് പെട്ടെന്ന് ക്ലീൻ ചെയ്ത് പവർ ബി ഐയിലോട്ട് ലോഡ് ചെയ്ത് വെച്ച്.
ചെയ്തു മാം. ഓക്കെ. ഒരു മിനിറ്റ് കേട്ടോ, ഓക്കെ. കോഡിൽ അടിച്ചറിയാതെ. സ്ക്രീൻ കാണുന്നുണ്ടോ? ഇല്ല. കാണുന്നില്ലേ? കാണാം. അപ്പൊ ഇതുപോലെ തന്നെ ഇപ്പൊ നമ്മളിപ്പോ ലോഡ് ചെയ്ത ആ ഒരു ഡാറ്റ, ആ ഡാറ്റ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് നമുക്ക് റീജിയൻ കാണാൻ പറ്റും, ദെൻ അതുപോലെ തന്നെ പ്രൊഡക്ട്സ് കാണാൻ പറ്റും, സെയിൽസ് കാണാൻ പറ്റും. ഇങ്ങനെ 3 കോളംസ് ആണുള്ളത്. അപ്പൊ എനിക്കിപ്പോ ഇതിനകത്ത് ഈസ്റ്റ് എന്ന് പറയുന്ന റീജിയനിൽ തന്നെ എത്ര സെയിൽസ് വന്നിട്ടുണ്ട് എന്ന് അറിയണം. അതുപോലെ അവിടെ എത്ര പ്രൊഡക്ട്സ് സെയിൽ ചെയ്തിട്ടുണ്ട് എന്നും അറിയണം. അതുപോലെ വെസ്റ്റ് റീജിയന്റെ ടോട്ടൽ സെയിൽസും അവിടെ എത്ര പ്രൊഡക്ട്സ് സെയിൽ ചെയ്തിട്ടുണ്ട് എന്നും അറിയണം. അങ്ങനെ ഓരോ റീജിയന്റെയും സെയിൽസ് എമൗണ്ടിന്റെ സമ്മും അതേപോലെ എത്ര പ്രൊഡക്ട്സ് അവിടെ സെയിൽ ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു സമ്മറിയാണ് കാണേണ്ടതെങ്കിൽ, ഇതിപ്പോ ചെറിയ ഡാറ്റയാണ്, നമുക്ക് ആഡ് ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ വലിയ ഒരു ഡാറ്റ വരുമ്പോ ഇത്തരത്തില് സമ്മറി ഒക്കെ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ന്യൂ ടേബിൾ എന്നുള്ള ഒരു ഓപ്ഷൻ കൊടുക്കാം. ന്യൂ ടേബിൾ കൊടുക്കുമ്പോൾ എന്ത് വരും, പുതിയ ടേബിളിന്റെ ഒരു ഓപ്ഷൻ നമുക്ക് അവിടെ ജനറേറ്റ് ആകും. ദെൻ അതിനുശേഷം അതിന്റെ അകത്ത് എന്ത് ചെയ്യുന്നു, സമ്മറൈസ് എന്ന് പറയുന്ന ഫംഗ്ഷന് നമ്മൾ കൊടുക്കുന്നു. ബ്രാക്കറ്റ് ആദ്യം ടേബിളിന്റെ പേര് കൊടുക്കുക, ഈക്വൽ ടു സമ്മറൈസ് എന്നുള്ള ഫംഗ്ഷന്റെ പേര് കൊടുക്കുക. ദെൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു, അതൊരു ഫംഗ്ഷൻ ആണ്, അപ്പൊ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുന്നു. ഇനി അതിന്റെ അകത്ത് നമ്മൾ ആദ്യം കൊടുക്കേണ്ടത് നമ്മുടെ ഡാറ്റയുടെ പേര്. ഓക്കെ, എന്റെ ഡാറ്റന്റെ പേര് ഇവിടെ ടേബിളിന്റെ പേര്, ഡാറ്റയുടെ അല്ല, ടേബിൾ ഇരിക്കുന്ന ആ ഒരു ഷീറ്റിന്റെ പേര് ഷീറ്റ് 1 എന്നാ കിടക്കുന്നേ. സോ ഷീറ്റ് 1 എന്ന് കൊടുത്തു. ഓക്കെ, അപ്പൊ എന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് സമ്മറി എടുക്കാൻ മീൻസ് ഡാറ്റാസിനെ തമ്മിൽ ഗ്രൂപ്പ് ചെയ്യലാണ്. ഗ്രൂപ്പ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല്
ഒരു ഡാറ്റേനെ എപ്പോഴാ ഗ്രൂപ്പ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ കയ്യില് ഒരേപോലത്തെ റോസ് വരുമ്പോ ഇപ്പൊ ഈസ്റ്റ് തന്നെ മൾട്ടിപ്പിൾ ടൈംസ് ഇവിടെ വരുന്നുണ്ട് അല്ലെ? റോസ് ഈസ്റ്റ് എന്ന് പറയുന്ന റോ മൾട്ടിപ്പിൾ ടൈംസ് വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ മൾട്ടിപ്പിൾ റെക്കോർഡ്സ് നമ്മുടെ ഡാറ്റയിൽ വരുന്നുണ്ടെങ്കിൽ നമുക്ക് അവരെ ഗ്രൂപ്പ് ചെയ്യാം. അപ്പൊ ഈസ്റ്റ് എന്ന് പറഞ്ഞത് ഇങ്ങനെ മൾട്ടിപ്പിൾ കിടക്കുന്ന സാധനത്തെ നമുക്ക് എന്ത് ചെയ്യാം? ഒറ്റ ഒരു സിംഗിൾ ഈസ്റ്റ് എന്നുള്ള വാല്യൂ ആക്കാം അല്ലെ? അതുപോലെ ഇത്രയും മൾട്ടിപ്പിൾ വെസ്റ്റിനെ നമുക്ക് എന്ത് ചെയ്യാം? ഒറ്റ ഒരു സിംഗിൾ വെസ്റ്റ് എന്നാക്കാം. എന്നിട്ട് അതിന്റെ വാല്യൂ, അതിന്റെ ടോട്ടൽ സെയിൽസ്, ആ ഈസ്റ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് അതിന്റെ ടോട്ടൽ സെയിൽസ് കൊടുക്കാം. then ഇത്രയും വെസ്റ്റുകൾക്ക് സമാനമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ ഗ്രൂപ്പ് ചെയ്ത് ഒരു സിംഗിൾ വെസ്റ്റ് ആക്കിയിട്ട് അതിന്റെ കറസ്പോണ്ടിങ് സം വാല്യൂ കൊടുക്കാം. അപ്പൊ ഇങ്ങനെ മൾട്ടിപ്പിൾ റെക്കോർഡ്സ് ഉണ്ടെങ്കിലേ നമുക്ക് സമ്മറൈസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഗ്രൂപ്പ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ എനിക്കിപ്പോ ഇവിടെ എന്തൊക്കെയാണ് ഗ്രൂപ്പ് ചെയ്യേണ്ടതെന്ന് ഞാൻ അവിടെ എന്ത് ചെയ്യണം? പറഞ്ഞു കൊടുക്കണം. എനിക്കിവിടെ ഗ്രൂപ്പ് ചെയ്യേണ്ടത് റീജിയൻ വൈസ് ആണ്. ഓക്കെ, നമുക്ക് ഇവിടെ റീജിയൻ ഉണ്ട് അല്ലെ? ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത്. ഇവിടെയാണ് മൾട്ടിപ്പിൾ റെക്കോർഡ്സ് ഇങ്ങനെ കിടക്കുന്നത് ഒരേപോലെ. അപ്പൊ ഞാൻ പറഞ്ഞു കൊടുക്കുവാണ്, എനിക്ക് ഇവിടെ എന്ത് ചെയ്യണ്ടേ? ഗ്രൂപ്പാ ചെയ്യണ്ടേ. ഗ്രൂപ്പ് ചെയ്യേണ്ടത് ആരെ വെച്ചിട്ടാണ്? ഷീറ്റ് 1 ഓഫ് റീജിയൻ. റീജിയനെ വെച്ചിട്ടാണ് ഷീറ്റ് എന്താ പറയാ കൗണ്ട് കാണേണ്ടത്, അല്ലെങ്കിൽ റീജിയനെ വെച്ചിട്ടാണ് ഗ്രൂപ്പ് ചെയ്യേണ്ടത്. കൗണ്ട് അല്ല, ഗ്രൂപ്പ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുത്തു. സമ്മറൈസ് കൊടുത്തു, ഷീറ്റിന്റെ പേര് കൊടുത്തു, ദെൻ ഷീറ്റ് 1 ഓഫ് റീജിയൻ കൊടുത്തു. അതിനുശേഷം നമ്മൾ എന്താണോ നമുക്ക് വേണ്ടത്, എനിക്കിവിടെ പ്രൊഡക്റ്റിന്റെ കൗണ്ട് ആണ് ആദ്യം കാണേണ്ടത്. ഓരോ റീജിയനിലും എത്ര പ്രൊഡക്റ്റ് വീതം കൊടുത്തു എന്നാണ് അറിയേണ്ടത്. സോ ആ ഒരു കോളത്തിന്റെ പേര് ഞാൻ ഇവിടെ ഡബിൾ കോട്ട്സിൽ പ്രൊഡക്റ്റ് കൗണ്ട് എന്ന് കൊടുത്തു. ഇനി ആ പ്രൊഡക്റ്റ് കൗണ്ട് എങ്ങനെയാ വർക്ക് ചെയ്യുന്നത്? ഡിസ്റ്റിങ്ക്റ്റ് കൗണ്ട് എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ബേസിലാണ്. അതായത് ഞാൻ ഷീറ്റ് 1 പ്രൊഡക്ട്സ് എന്ന് പറയുന്ന കോളത്തിനകത്ത് ഡിസ്റ്റിങ്ക്റ്റ് കൗണ്ട് അപ്ലൈ ചെയ്യാണ്. അപ്പൊ എനിക്ക് എന്ത് കിട്ടും? ഓരോ പ്രൊഡക്ട്സിനെയും ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് കൗണ്ട് ചെയ്തിട്ടുള്ള കൗണ്ട് എത്രയാണോ അത് കിട്ടും. ആ കിട്ടുന്ന ഈ ഒരു ഓപ്പറേഷൻ ചെയ്തിട്ട് കിട്ടുന്ന റിസൾട്ടിനെ എങ്ങോട്ടേക്ക് സ്റ്റോർ ചെയ്യും? പ്രൊഡക്റ്റ് കൗണ്ടിലോട്ട് സ്റ്റോർ ചെയ്യും. അപ്പൊ ആദ്യത്തെ ഈസ്റ്റ് റീജിയനിലെ പ്രൊഡക്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് എത്രയാ? 5 ആണ്. ഇനി അതേപോലെ തന്നെ ടോട്ടൽ സെയിൽസ് എന്ന് പറയുന്ന അടുത്ത ഒരു കോളം നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. അവിടെ എനിക്ക് വേണ്ടത് എന്താണ്? സം ഫംഗ്ഷൻ ആണ്. ആ സെയിൽസ് എന്ന് പറയുന്ന കോളത്തിനകത്ത് സം ഫംഗ്ഷൻ അപ്ലൈ ചെയ്യണം. സോ സം ഓഫ് എന്ത് പറഞ്ഞു? ഷീറ്റ് 1 ഓഫ് സെയിൽസ് കൊടുത്തു. അപ്പൊ ദാ ഈസ്റ്റിന്റെ കറസ്പോണ്ടിങ് പ്രൊഡക്റ്റ് കൗണ്ടും ടോട്ടൽ സെയിൽസും, വെസ്റ്റിന്റെ കറസ്പോണ്ടിങ് പ്രൊഡക്റ്റ് കൗണ്ടും ടോട്ടൽ സെയിൽസും, അങ്ങനെ ഓരോ റീജിയന്റെയും പ്രൊഡക്റ്റ് കൗണ്ടും ടോട്ടൽ സെയിൽസും ആയിട്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് കിട്ടും. അപ്പൊ ഈ ഒരു രീതിക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സമ്മറൈസ് ചെയ്യുന്നത്, ടേബിളിനെ സമ്മറൈസ് ചെയ്യുന്നത്. ഓക്കെ, അതൊന്ന് ചെയ്തു നോക്കിയേ.
ചെയ്തു മാം. ഓക്കെ. Then അടുത്തത് നമുക്ക് ഈ സ്ലൈസർ കൊടുക്കുന്ന കേസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഫിൽട്ടർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്ലൈസർ കൊടുക്കുന്നത് എന്നുള്ളൊരു കേസ് നോക്കിയിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നോക്കാനുണ്ട്. അതായത് ഒരു സ്ലൈസറിലോട്ട് ഇമേജ് എങ്ങനെ കൊടുക്കാൻ പറ്റും? അതായത് ഇപ്പൊ നമുക്കിപ്പോ കുറച്ച് ആളുകളുടെ പേരുണ്ടെന്ന് വിചാരിച്ചോ. ഇപ്പൊ എന്തെങ്കിലും ഫുട്ബോൾ പ്ലെയേഴ്സിന്റെ എന്തെങ്കിലും പേര്. അപ്പൊ ഈ പേരും അതുപോലെ തന്നെ ആ പേരിന്റെ കൂടെ ഇവരുടെ ഇമേജിന്റെ ഒരു URL-ഉം കൂടെ നമ്മുടെ ഡാറ്റയിൽ ഉണ്ടെന്ന് വിചാരിച്ചു. അപ്പൊ ആ URL ക്ലിക്ക് ചെയ്യുമ്പോൾ പോകുന്നത് ഇവരുടെ ഇമേജിലോട്ടാണ്. ഇമേജ് ചിലപ്പോൾ വിക്കിപീഡിയയുടെ ഇമേജ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇനി ഏതെങ്കിലും ഒരു സൈറ്റിന്റെ വെബ്സൈറ്റിലോട്ട് പോകുന്നു, അതിൽ അയാളുടെ ഫോട്ടോ. ഓക്കെ, ആ ഫോട്ടോയിലോട്ടാണ് നേരെ ആ ഒരു URL പോകുന്നതെന്ന് കൺസിഡർ ചെയ്യാം. അപ്പൊ അത്തരത്തിൽ നിങ്ങളുടെ ഡാറ്റ സെറ്റിൽ ഒരു URL ഉണ്ട്. ഓരോ പ്ലെയേഴ്സിന്റെ പേര് കറസ്പോണ്ടിങ് അവരുടെ ഇമേജിന്റെ URL നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ, ഇപ്പൊ എനിക്ക് എന്ത് ചെയ്യണം? ഒരു സ്ലൈസർ ആഡ് ചെയ്യണം. സ്ലൈസർ ആഡ് ചെയ്യേണ്ടത് ഈ പ്ലെയേഴ്സിനെ വെച്ചുകൊണ്ടാണ്. ഓക്കെ, എനിക്ക് ഓരോ പ്ലെയേഴ്സിന്റെ സ്കോറും അല്ലെങ്കിൽ അവർ എത്ര ഗോള് നേടിയിട്ടുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് അറിയിക്കേണ്ടതെങ്കിൽ എനിക്ക് ഓരോ പ്ലെയേഴ്സിന്റെ നെയിമും വേണം, അല്ലെ? അപ്പൊ ആദ്യത്തെ ഒരാളെ ക്ലിക്ക് ചെയ്യുമ്പോൾ അയാളുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് വരും. രണ്ടാമത്തെ ആളെ ക്ലിക്ക് ചെയ്യുമ്പോൾ രണ്ടാമത്തെ ആള് ആയിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് വരും. അപ്പൊ ഇങ്ങനെ ഞാൻ നെയിം കൊടുക്കുന്നതിന് പകരം എന്ത് ചെയ്യാൻ പോവാണ്? അവരുടെ ഇമേജ് URL എൻ്റെ ഉണ്ട്, അല്ലെ? ആ ഇമേജ് URL യൂസ് ചെയ്തിട്ട് ഇവരുടെ ഇമേജസ് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നു. എന്നിട്ട് ആ ഇമേജിനെ സ്ലൈസർ ആയിട്ട് കൊടുക്കുന്നു. അപ്പൊ എനിക്ക് ആൾക്കാരുടെ പേരിന് പകരം എന്താ കാണിക്കുക? അവരുടെ ഫോട്ടോസാ കാണിക്കുക. അപ്പൊ ഞാൻ ആദ്യത്തെ ആളുടെ ഫോട്ടോമ ക്ലിക്ക് ചെയ്യുമ്പോഴായിരിക്കും എനിക്ക് അയാളുടെ ഡീറ്റെയിൽസ് വരുന്നത്. രണ്ടാമത്തെ ആളുടെ ഫോട്ടോ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് വരും? രണ്ടാമത്തെ ആളുടെ ഡീറ്റെയിൽസ് വരും. ഇങ്ങനെ ഒരു സ്ലൈസറിൽ ഇമേജ് എങ്ങനെ ആഡ് ചെയ്യാം എന്നുള്ള ഒരു കേസാണ് നമുക്ക് അടുത്തത് നോക്കേണ്ടത്. അപ്പൊ ഞാൻ അതിന്റെ ഒരു ഡാറ്റ സെറ്റ് ആദ്യം അയച്ചുതരാം. അവിടെ നിങ്ങൾ നോക്കിയ ഒരു ഡാറ്റ ഞാൻ ഇട്ടിട്ടുണ്ട്. ആ ഡാറ്റയിനകത്ത് ആളുകളുടെ പേരും കറസ്പോണ്ടിങ് URL-ഉം ആണ് നമുക്കുള്ളത്. ചെറിയൊരു ഡാറ്റയാണ്. കുറച്ച് ആളുകളുടെ പേരും അവരുടെ കറസ്പോണ്ടിങ് URL-ഉം അതിനകത്തുണ്ട്. ആ ഡാറ്റ ഒന്ന് പവർ BI-ലോട്ട് ലോഡ് ചെയ്യാം കേട്ടോ. അതിനിപ്പോ നമുക്ക് പ്രത്യേകിച്ച് ക്ലീൻ ചെയ്യാനൊന്നുമില്ല. ഡയറക്റ്റ് പവർ BI-ലോട്ട് ലോഡ് ചെയ്യാം.
മാം ഇത് ഇമ്പോർട്ട് ഡേറ്റ ഫ്രം എക്സൽ തന്നെയല്ലേ? ഇങ്ങനെ ഡേറ്റ ആഡ് ചെയ്യാനായിട്ട് ഇവിടത്തെ ഇമ്പോർട്ട് ഡേറ്റ ഫ്രം എക്സൽ തന്നെയല്ലേ ഇപ്പൊ ഡൗൺലോഡ് മാം ആയിട്ട് ഡേറ്റ സെറ്റ് ആഡ് ചെയ്യേണ്ടത്? അത് എക്സൽ ഫയൽ അല്ല തോന്നുന്നത്, CSV ഫയലാണ്. അപ്പൊ ഈ ഗെറ്റ് ഡാറ്റയിൽ പോയിട്ട് ടെക്സ്റ്റ് ഓർ CSV എന്നുള്ള ഓപ്ഷൻ എടുക്കുക. ഓക്കെ. ഒരു ഡാറ്റയും കൂടി ഇട്ടുതരാം കേട്ടോ. ഞാനിപ്പോ നിങ്ങൾക്ക് ആ ഇമേജിന്റെ മാത്രമായിരിക്കും ഇട്ട് തന്നിട്ടുണ്ടാവുക. വേറെ ഒന്നും കൂടി ഉണ്ട്. അതും കൂടെ ഇപ്പൊ ലോഡ് ചെയ്ത ഡാറ്റയുടെ കൂടെ അടുത്ത CSV ഫയൽ എടുത്തിട്ട് ലോഡ് ചെയ്യാം. മാം അങ്ങനെ ലോഡ് ചെയ്യുമ്പോൾ സെയിം ഷീറ്റിൽ തന്നെയാണോ ചെയ്യേണ്ടത്, അതോ സെപ്പറേറ്റ് ഷീറ്റ് എടുത്തിട്ടാണോ നെക്സ്റ്റ് ഡേറ്റ ലോഡ് ചെയ്യേണ്ടത്? അല്ല, അതിൽ തന്നെ ചെയ്യാം. ഓക്കെ. ഇപ്പൊ ചെയ്തതിൽ തന്നെ ഒന്നുകൂടെയും ഗെറ്റ് ഡാറ്റ എടുക്കുക, അതിൽ ടെക്സ്റ്റ് ഓർ CSV എടുക്കുക, ഇപ്പൊ തന്ന ഡാറ്റനെ ലോഡ് ചെയ്യുക. ഓക്കെ. അപ്പൊ അത് ചെയ്യുമ്പോ ഇവിടെ നിന്നിട്ട് അത് ചെയ്തതിന് ശേഷം ഇവിടെ ഈ മോഡൽ വ്യൂവിലോട്ട് പോവാം. മോഡൽ വ്യൂവിനകത്ത് പോയിട്ട് റിലേഷൻഷിപ്പ് കൊടുക്കണം. അത് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളിപ്പോ തൽക്കാലം ലോഡ് ചെയ്ത് വെക്കുക. 2 ടേബിള് പേഴ്സൺ ഫാക്ട് ഇപ്പൊ ഞാൻ ഇട്ടത് അത് ലോഡ് ചെയ്യാം. നേരത്തെ ഇമേജ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പൊ ഇനി ഫാക്ടിന് ലോഡ് ചെയ്യാം. ലോഡ് ചെയ്തു അത്. ചെയ്തു. ഓക്കെ. ദെൻ മോഡൽ വ്യൂ പോവാ. മോഡൽ വ്യൂ ഇതായി ഇപ്പൊ റിലേഷൻഷിപ്പ് ആയിട്ടില്ല. ഓക്കെ. ഇവിടെ നമ്മുടെ ഈ 2 ഡാറ്റാ സെറ്റിനകത്തെ ഇവിടുത്തെ പേഴ്സൺ ID യും ഇവിടുത്തെ ID യും സെയിം ആണ്.
ഓക്കെ. പേഴ്സൺ ഫാക്ട് ടേബിളിനകത്ത് പേഴ്സൺ ഐഡിയും പേഴ്സൺ ഇമേജസ് ഡാറ്റ സെറ്റിനകത്ത് ഐഡിയും എന്താണ് സെയിം ആണ്. പേഴ്സൺ ഐ ഡി തന്നെയാണ് ആ ഐ ഡി എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇവിടെ പേഴ്സൺ ഐ ഡി എന്നല്ലാത്തത് കൊണ്ട് തന്നെ രണ്ട് ടേബിളിനകത്തും പേഴ്സൺ ഐ ഡി എന്നല്ല കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ പവർ ബി ഐക്ക് അതിനെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റില്ല. ഡിറ്റക്ട് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് അതിന് റിലേഷൻഷിപ്പ് കൊടുത്തിട്ടില്ല. അപ്പൊ നമ്മളായിട്ട് എന്ത് ചെയ്യണം? റിലേഷൻഷിപ്പ് കൊടുക്കണം. എങ്ങനെയാ റിലേഷൻഷിപ്പ് കൊടുക്കുന്നത് ഓർമ്മയില്ലേ? ഇവിടെ നിന്ന് ഡ്രാഗ് ചെയ്തിട്ട് ഇതിന്റെ മുകളിലോട്ട് കൊണ്ടുവന്ന് വെക്കുക. അപ്പൊ ദാ ഈ ഐഡിയും പേഴ്സൺ ഐഡിയും സെയിം ആണ്. നമ്മൾ സേവ് കൊടുക്കുന്നു. സേവ് കൊടുക്കുമ്പോ ഇപ്പൊ ആ റിലേഷൻഷിപ്പ് അവിടെ വരും. ഓക്കെ. റിലേഷൻഷിപ്പ് കൊടുത്തതിന് ശേഷം നേരെ ഇനി ടേബിൾ വ്യൂവിലോട്ട് പോവാം. ടേബിൾ വ്യൂവിൽ പോയിട്ട് പേഴ്സൺ ഇമേജ് ഡാറ്റ സെറ്റിനെ സെലക്ട് ചെയ്യുക. ദെൻ ഇമേജ് യു ആർ എൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് ഈ ഡാറ്റ കാറ്റഗറി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാകും. അവിടെ ഇമേജ് യു ആർ എൽ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. അത് അൺകാറ്റഗറൈസ്ഡ് ആയിട്ടായിരിക്കും കിടപ്പുണ്ടാവുക. അത് മാറ്റിയിട്ട് നിങ്ങൾ ഇമേജ് യു ആർ എൽ ആക്കി കൊടുക്കുക. വൺസ് നിങ്ങൾ അത് ആക്കിയതിന് ശേഷം നേരെ റിപ്പോർട്ട് വ്യൂവിലോട്ട് പോവാ. നമുക്കിപ്പോ ആദ്യം ഒരു ചാർട്ട് ആഡ് ചെയ്യാം. ഓക്കെ, ഞാനിപ്പോ എന്താ ചെയ്യാണ്, ഒരു പൈ ചാർട്ട് ആഡ് ചെയ്യുവാണ്. അതിനകത്ത് നെയിമും അതേപോലെ തന്നെ പ്രൊജക്ട് കംപ്ലീറ്റഡും. ഓക്കെ, നെയിമും പ്രൊജക്ട് കംപ്ലീറ്റഡും അതിന്റെ ബേസിൽ ഞാനൊരു പൈ ചാർട്ട് ആദ്യം തന്നെ ഒന്ന് ക്രിയേറ്റ് ചെയ്തിടാം. ഓക്കെ, ദെൻ അതിനുശേഷം ഞാനൊരു ബാർ ചാർട്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഈ ബാർ ചാർട്ടിനകത്തോട്ടേക്ക് ഞാന് റോളും അതേപോലെ തന്നെ പെർഫോമൻസ് സ്കോറും കൂടെ ആഡ് ചെയ്തു. ഒന്നല്ല, ചുമ്മാ രണ്ട് ചാർട്ട് ക്രിയേറ്റ് ചെയ്യുന്നു. ഒന്നൊരു പൈ ചാർട്ട്, ഒന്നൊരു എന്താ പറയാ, ഒരു ബാർ ചാർട്ട്. ഞാൻ അതിന് ശേഷം എന്ത് ചെയ്യുവാണ്, ഒരു സ്ലൈസർ ആഡ് ചെയ്യുവാണ്. ആ സ്ലൈസർ ഇതാ വന്നു. ഈ സ്ലൈസറിന്റെ ഫീൽഡ് ആയിട്ട് ഞാൻ ഈ ഇമേജ് യു ആർ എൽ കൊടുക്കാണ്. സ്ലൈസറിന്റെ ഫീൽഡ് ആയിട്ട് ഇമേജ് യു ആർ എല്ലിന് പാസ് ചെയ്ത് കൊടുക്കാണ്. അപ്പൊ തന്നെ നിങ്ങൾക്ക് കാണാം ഇവിടെ ഓരോരുത്തരുടെ ഇമേജസ് അവിടെ വന്നു തുടങ്ങി അല്ലെ. ഈ സ്ലൈസറിനെ ഞാനൊന്ന് മുകളിലോട്ടേക്ക് കുറച്ച് വൃത്തിക്ക് ഇടുവാണെന്നുണ്ടെങ്കിൽ ഇതാ ഓരോരുത്തരുടെ ഇമേജ് ആണ് എനിക്ക് അവിടെ കിട്ടുന്നത്. അഡ്ജസ്റ്റ് ചെയ്ത് ഓക്കെ, ഇതിപ്പോ ഞാൻ ഈ ഒരാളെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോ എനിക്ക് അയാളുടെ ഡാറ്റ മാത്രം കിട്ടി. അയാള് മാനേജർ ആണ്. ആളുടെ പേര് ജോൺ എന്നാണ്. അയാളുടെ പ്രൊജക്ട് എത്ര കംപ്ലീറ്റ് ആയിട്ടുണ്ട് എന്നുള്ളതും അതേപോലെ അയാളുടെ പെർഫോമൻസ് സ്കോർ എത്രയാന്നുള്ളതുമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ഞാൻ അത് കളഞ്ഞിട്ട് അടുത്ത ആളെ ക്ലിക്ക് ചെയ്യുമ്പോൾ അടുത്ത ആളുടെ ആളുടെ പേര് ബോബ് സ്മിത്ത് എന്നാണ്. ആള് കംപ്ലീറ്റ് ചെയ്തത് പ്രൊജക്ട്സ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അതേപോലെ തന്നെ അയാളുടെ പെർഫോമൻസ് സ്കോർ ആ ഒരു രീതിക്ക് വന്നു. ഇനി അടുത്ത ആളെ ക്ലിക്ക് ചെയ്യുമ്പോൾ ജെയിൻ എന്നാണ് പേര്. ആളുടെ പെർഫോമൻസ് കാര്യങ്ങള് ഇങ്ങനെ നമുക്ക് ഓരോരുത്തരെ എന്ത് ചെയ്യാം, ക്ലിക്ക് ചെയ്ത് കാണിക്കാം. ക്ലിക്ക് ചെയ്യുന്നതിനനുസരിച്ച് അവരുടെ ഡീറ്റെയിൽസ് അവിടെ വരും. സോ ഇങ്ങനെ നിങ്ങളുടെ ഡാറ്റ സെറ്റിനകത്ത് ഒരു യു ആർ എൽ കോളം ഉണ്ടെങ്കിൽ ആ യു ആർ എല്ലിനെ നമുക്ക് സ്ലൈസർ ആക്കിയിട്ട് കൊടുക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇനിയിപ്പോ ഡാറ്റ സെറ്റിനകത്ത് യു ആർ എൽ വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് ആ യു ആർ എല്ലിന്റെ കോളം ക്ലിക്ക് ചെയ്യുക. ഡാറ്റ കാറ്റഗറിയിൽ പോയിട്ട് ഇമേജ് യു ആർ എൽ സെലക്ട് ചെയ്യുക. വൺസ് അത് സെലക്ട് ചെയ്തതിന് ശേഷം വേണം നിങ്ങൾ സ്ലൈസർ ആഡ് ചെയ്യാൻ. സ്ലൈസറിലോട്ട് ഫീൽഡ് ആയിട്ട് എന്ത് ആഡ് ചെയ്യുന്നു, ഇമേജ് യു ആർ എൽ ആഡ് ചെയ്യുന്നു. ഓക്കെ, സ്ലൈസറിലോട്ട് എന്ത് ചെയ്യുന്നു, ഇമേജ് യു ആർ എൽ ഫീൽഡ് ആയിട്ട് ആഡ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് അതിന്റെ ഒപ്പം ഈ ഒരു ഡീറ്റെയിൽസ് കിട്ടും. ക്ലിയർ ആണോ? ഓക്കെ. അത് ചെയ്ത് നോക്കാം കേട്ടോ.
അത് കംപ്ലീറ്റ് ചെയ്യാം. ദെൻ ഞാൻ ഇന്ന് ഗ്രൂപ്പിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ക്വസ്റ്റ്യൻസ് നാളത്തേക്ക് നിർബന്ധമായിട്ടും കംപ്ലീറ്റ് ചെയ്തിട്ട് ക്ലാസ്സിൽ കയറാം കേട്ടോ. ഇതിനകത്ത് എക്സൽ കിട്ടാത്ത ആരാ ഉള്ളേ? അനന്തുന് എക്സൽ കഴിഞ്ഞിട്ടില്ലല്ലോ. ആ മാഡം കേൾക്കാവോ? ആ കേൾക്കാം. അനന്തുന് എക്സൽ കിട്ടിയിട്ടില്ലല്ലോ. ഇല്ല. ഇല്ല. അപ്പോ അനന്ത് ഒരു കാര്യം ചെയ്യാ, അതിന്റെ അകത്ത് പവർ ബി ഐയുടെ സെക്ഷൻ മാത്രം കംപ്ലീറ്റ് ചെയ്യാട്ടോ. ആ എക്സൽ നമുക്ക് പവർ ക്ലാസ് ബിയുടെ ഞാൻ കഴിഞ്ഞിട്ട് മറ്റേ ഡാറ്റ ഇതൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചു. എനിക്ക് പിന്നെ അതിനുശേഷം വരുന്ന ഫിൽറ്റർ ഒന്നും ആഡ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അത് എവിടെയൊക്കെ കൊണ്ട് ഇടേണ്ടതെന്നുള്ള എക്സ് ആക്സിസ് വൈ ആക്സിസ്. ഓക്കെ. അതില് ഡാറ്റ ക്ലീൻ ചെയ്തതിന് ശേഷം അതിനെ ഗൂഗിൾ ഷീറ്റിലോട്ട് കൺവേർട്ട് ചെയ്യാനൊക്കെ പറയുന്നുണ്ട്. ഒന്ന് ഉണ്ട്. ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് നാളെ എന്തായാലും ആ അതൊന്ന് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. കാരണം അതൊരു ജോബ് റോളിന് തന്നിട്ടുണ്ടായിരുന്ന അസസ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ. ഓക്കെ. അത് ഏതായിരുന്നു? ബിസിനസ് ഇന്റലിജൻസ് അനലിസ്റ്റോ, ബിസിനസ് ഇന്റലിജൻസ് അനലിസ്റ്റ് ആണെന്ന് തോന്നുന്നു. അതിന് തന്നിട്ടുണ്ടായിരുന്ന അസസ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അതൊന്ന് ചെയ്ത് നോക്കാം. നാളത്തേക്ക് നമുക്ക് ആ ഒരു എക്സസൈസ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ. എന്റെ എക്സൽ ഉണ്ട്. ഒറിജിനൽ വേർഷൻ ഒന്നുമില്ല. ആ എക്സലിന്റേത് ആ ഒരു സെക്ഷൻ വിട്ടു. അത് എക്സലിന്റെ ക്ലാസ് കഴിഞ്ഞിട്ട് ചെയ്യാം. മറ്റേത് ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ ഈ തിയറി പറഞ്ഞത് നമ്മളത് വായിച്ചുകൊണ്ട് വരുന്നതിനാണോ പറഞ്ഞത്? അങ്ങനെ വായിച്ചുകൊണ്ട് വരാനാണോ പറഞ്ഞത്? തിയറിയുടെ ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് പഠിച്ചിട്ട് വരാം. ആ ആ ഓക്കെ. ലീവ് ചെയ്തോളൂ കേട്ടോ. ഇതുവരെ എടുത്തതൊക്കെ നോക്കിയിട്ട് വരാം. ഏറെക്കുറെ നമ്മൾ എൻഡിലോട്ട് എത്തിയിട്ടുണ്ട്. കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഏറെക്കുറെ. അപ്പൊ എടുത്ത കാര്യങ്ങളൊക്കെ ഞാൻ ആ PPT ഷെയർ ചെയ്ത് തരുന്നുണ്ട്. അപ്പൊ അതൊക്കെ വായിച്ചു നോക്കി പഠിച്ചിട്ട് നാളത്തെ ക്ലാസ്സിൽ കയറാം. ഓക്കെ മാം. ഓക്കെ. ലീവ് ചെയ്തോളൂ.